പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കേരളത്തിന് ഇന്നൊരു അഭിമാന ദിവസം കൂടിയാണ്. ശംഖുമുഖത്ത് നാവികസേനയുടെ അഭ്യാസ പ്രകടനം, സാഹസ പ്രകടനത്തിന് ആദ്യമായി നമ്മുടെ സംസ്ഥാനം വേദിയാവുകയാണ്. INS വിക്രാന്ത് അടക്കമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനകരമായ പടക്കപ്പലുകളും ഇന്ന് ശംഖുമുഖം തീരത്തെത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ ആവേശത്തിൻ്റെ ഒക്കെ ദിവസമാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപ ദ്രൗപദി മുർമു, രാഷ്ട്രപതി കൂടി ഇന്ന് ഇവിടെ തലസ്ഥാനത്ത് എത്തുന്നുണ്ട്. നമുക്ക് നോക്കാം വിലയിരുത്തൽ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ എത്തിയെന്ന്. പ്രജിത് മോഹൻ തയ്യാറാണ്. പ്രജിത്ത്, സ്വാഗതം. നമസ്തേ. ഇന്ന് മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവേശത്തിൻ്റെ ദിനമാണ്, അഭിമാനത്തിൻ്റെ ദിവസം കൂടിയാണ്. നാവികസേനയുടെ ശക്തി പ്രകടനം ഇന്ന് ശംഖുമുഖം തീരത്ത് കാണാൻ പോവുകയാണ്. പ്രജിത്തിന് പാസ് കിട്ടിയോ? നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് കൃത്യമായി പാസ് ഉണ്ട് ശ്യാം. എന്തായാലും ശ്യാം സൂചിപ്പിച്ചതുപോലെയാണ്, ഒരു അഭിമാന ദിവസമാണിന്ന്. പ്രത്യേകിച്ച് മലയാളികൾ ഇതിനു മുൻപ് ഇത്തരമൊരു പ്രകടനം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത്രയും അധികം പടക്കപ്പലുകൾ, ഇത്രയധികം നാവികസേനയുടെ അസറ്റുകൾ ഒരേ സമയം ഇവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനൊപ്പം തന്നെ സന്തോഷം കൂട്ടുന്ന കാര്യമാണ് രാഷ്ട്രത്തിൻ്റെ സർവ്വസൈനാധിപ തന്നെ ആ പ്രകടനം നേരിട്ട് കാണാൻ എത്തുന്നു എന്നുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഒന്ന്, ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ കരുത്തായിട്ടുള്ള തദ്ദേശീയമായി നിർമ്മിച്ച INS വിക്രാന്തിൻ്റെ പ്രകടനമാണ്. INS വിക്രാന്തിൽ എങ്ങനെയാണ് MiG-29K വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതെന്നും വളരെ പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഈ പ്രകടനത്തിൻ്റെ ഒരു പ്രധാന വശം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള, ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്ട്രോയർ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന INS കൊൽക്കത്ത ക്ലാസ്സിൽപ്പെടുന്ന INS കൊൽക്കത്ത, INS ഇംഫാൽ തുടങ്ങിയിട്ടുള്ള കപ്പലുകൾ നാളെ ഇന്നത്തെ ശംഖുമുഖത്തെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം ഫ്രിഗേറ്റുകളായിട്ടുള്ള ഫ്രിഗേറ്റുകൾ, നിരവധി 3-4 ഫ്രിഗേറ്റുകൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ INS ശിശുമാൽ, ഇന്ത്യയുടെ ഒരു ഡീസൽ സബ്മറൈനാണ്, അന്തർവാഹിനിയാണ്. അന്തർവാഹിനിയൊക്കെ കടലിലൂടെ പോകുന്നത് നേരിട്ട് കാണാൻ കഴിയാത്ത സാധാരണക്കാർക്ക് നാളെ ഇന്നതിനുള്ള സാധ്യത ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ INS ശിശുമാൽ അടക്കം കാണാൻ കഴിയും. എനിക്ക് ഇതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയത് ശ്യാമ, ഒരുപക്ഷെ നമ്മൾ കേട്ട് മാത്രം ശീലിച്ചിട്ടുള്ള ഇന്ത്യയുടെ 1971 ഓപ്പറേഷൻ ട്രൈഡൻറ്റിൽ പങ്കെടുത്ത വിദ്യുത് ക്ലാസ്സിൽപ്പെടുന്ന മിസൈൽ ബോട്ടുകളുണ്ട്. അന്ന് കറാച്ചിയിൽ ആക്രമണം നടത്തിയ ആ വിദ്യുത് ക്ലാസ് എന്ന് പറയപ്പെടുന്ന അതേ ക്ലാസ്സിൽപ്പെടുന്ന മിസൈൽ ബോട്ടുകൾ വീണ്ടും ഞാൻ നാളെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്, ക്ഷമിക്കണം, ഇവിടെ ഇന്നത്തെ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാർക്കോസ് കമാൻഡോസ്, അതായത് മറൈൻ കമാൻഡോസ് എന്നറിയപ്പെടുന്ന മാർക്കോസിൻ്റെ പ്രകടനമുണ്ട്. അവർ പാരാഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ വന്ന് റെസ്ക്യൂ ഓപ്പറേഷൻസ് അടക്കമുള്ള പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ അണ്ടർ വാട്ടർ ബോംബിംഗ്, ഒപ്പം ഈ നേവി നമ്മുടെ കമാൻഡോസിൻ്റെ തന്നെ പല വിധത്തിലുള്ള അവരുടെ പ്രകടനങ്ങൾ, പ്രത്യേകിച്ച് എങ്ങനെയാണ് കരയിൽ മാർക്കോസ് കമാൻഡോസ് അവരുടെ പ്രകടനം നടത്തുന്നത്, അതോടൊപ്പം തന്നെ കടലിൽ നടത്തുന്ന ഓപ്പറേഷൻസ്, ഒപ്പം കടലിനടിയിൽ നടത്തുന്ന ഓപ്പറേഷൻസ്, അങ്ങനെ വിവിധ തരം ഓപ്പറേഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഒപ്പം ഡോർണിയർ വിമാനങ്ങൾ, P-8I വിമാനങ്ങൾ, MS-60 ഹെലികോപ്റ്ററുകൾ, കമോവ് ഹെലികോപ്റ്ററുകൾ, സീക്കിംഗ് ഹെലികോപ്റ്ററുകൾ, ഇവിടെയൊക്കെ പ്രകടനം. ഒപ്പം നമ്മുടെ HAL നിർമ്മിച്ചിട്ടുള്ള ചേതക്കിൻ്റെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ ഒക്കെ ഒരു വിന്യാസമൊക്കെ വളരെ മനോഹരമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസമായി ഇതിൻ്റെ പരിശീലന പ്രകടനങ്ങൾ നമുക്ക് ശംഖുമുഖത്ത് കാണാൻ കഴിയും. അത് നേരിട്ട് കണ്ട ഒരാൾ എന്ന നിലയിൽ അത് കാണേണ്ട ഒരു കാഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭയങ്കര അസൂയുണ്ട്. കാരണം ഇതൊക്കെ ആദ്യം മുതലേ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ കൂടിയാണ് ഞങ്ങളുടെ പ്രജിത്ത്. പക്ഷെ ഒറ്റ കാര്യം, ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ സാധാരണ ജനങ്ങൾ, നമ്മളെപ്പോലെയുള്ള ജനങ്ങൾക്കൊക്കെ ഈ ഷോ കാണാൻ ഏതെങ്കിലും രീതിയിൽ പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ടോ? ശ്യാം, രണ്ട് രീതിയിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. ഒന്ന്, പാസോടെ കാണാൻ കഴിയും. രണ്ട്, പാസ് ഇല്ലാതെയും കാണാൻ കഴിയും. പക്ഷേ പാസോടെ കാണാൻ കഴിയുന്നവരുടെ വാഹനങ്ങൾ മാത്രമാണ് ശംഖുമുഖത്തിൻ്റെ തന്നെ കിലോമീറ്ററുകൾ അടക്കമുള്ള പരിധിയിലേക്ക് അടുപ്പിക്കുക. അല്ലാതെ പാസ് ഇല്ലാതെ വരുന്ന ജനങ്ങൾ, അവർ ചെയ്യേണ്ടത് തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ശംഖുമുഖത്തോട് അടുത്ത പ്രദേശങ്ങളിലല്ല, വളരെ ദൂരെയുള്ള പ്രദേശങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള പ്രസിദ്ധീകരണങ്ങൾ, അതായത് എവിടെയൊക്കെയാണ് വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യവും സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ളവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വാഹനങ്ങൾ പാർക്ക് ചെയ്ത ആ പ്രദേശങ്ങളിൽ നിന്നുള്ള KSRTC ബസ്സുകളിൽ ശംഖുമുഖത്തേക്ക് എത്തുകയും ശംഖുമുഖത്ത് ഈ പവലിയനുകൾക്ക് പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ സാധാരണ പാസ് ഇല്ലാതെ വരുന്നവർക്ക് നിന്ന് കാണാനുള്ള സൗകര്യവും അവിടെയുണ്ട്. പക്ഷേ പവലിയൻ അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് നഗരത്തിലേക്ക് എത്തുകയും
ഈ നഗരത്തിലെത്തിയതിന് ശേഷം അവിടെ നിന്നുള്ള KSRTC ബസ്സുകളിൽ ശംഖുമുഖത്തേക്ക് എത്തുകയും കാത്തു നിൽക്കുകയും ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് ഈ പാസ് ഇല്ലാത്ത ആളുകൾ നേരിടുന്ന ഒരു ചെറിയ പ്രശ്നം. പക്ഷേ അവർക്കും ഈ പരിപാടി കാണാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം കരുതാനുള്ള സ്റ്റീൽ കുപ്പികളും അതോടൊപ്പം തന്നെ കുടകളും ഒക്കെ കരുതണം. കാരണം വലിയ വെയിലുണ്ടാകും. ഈ വെയിലൊക്കെ സഹിച്ച് നമ്മളവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിന്ന് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ അത്രയധികം ത്യാഗം സഹിച്ചും അത്രയധികം കഷ്ടപ്പാട് സഹിച്ചും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് നടന്ന ഫുൾ ഡ്രസ് റിഹേഴ്സലടക്കം നാവികസേനയുടെ, പ്രത്യേകിച്ച് ഈ നമ്മൾ റിപ്പബ്ലിക് ഡേക്കും ഒക്കെ ഡൽഹിയിൽ കണ്ടിട്ടുള്ള ബീറ്റിംഗ് ട്രേഡ് സെറിമണിയുടെ ഒക്കെ ഭാഗമായിട്ടുള്ള പലവിധത്തിലുള്ള പ്രകടനങ്ങൾ, നാവികരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രകടനങ്ങൾ, ചില അത്ഭുതകരമായിട്ടുള്ള കോർഡിനേഷനുകളോടെ പലവിധ ഡ്രില്ലുകൾ അവതരിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. കേരളത്തിൻ്റെ തനിമയുള്ള വിവിധ കലാരൂപങ്ങൾ രാഷ്ട്രപതിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടെ തന്നെ സീ കേഡറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന, നമ്മുടെ NCC ഒക്കെ പോലെ നേവി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സീ കേഡറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ അതിമനോഹരമായ നൃത്തങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഭാരതീയ നാവികസേന എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ട്രഡീഷൻ, വളരെ രീതിയിലുള്ള ഈ പറയുന്ന രീതിയിലുള്ള പാരമ്പര്യങ്ങൾ നിലനിർത്തി പോകുന്ന ഒരു നാവികസേനയാണ്. അപ്പോൾ അവരുടെ ആ പാരമ്പര്യങ്ങളുടെ ഭാഗമായി ഒരു സീമൻഷിപ്പിൻ്റെ ഭാഗമായി ഒരു നേവി കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ഒരു നേവി പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ തരത്തിലുള്ള പ്രകടനങ്ങൾ, വിവിധ തരത്തിലുള്ള സെറിമണികളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതെല്ലാം കാണേണ്ട കാഴ്ചയാണ്. ഏതാണ്ട് 50,000-ലധികം പേർ ഇന്ന് ശംഖുമുഖം ഭാഗത്തേക്ക് എത്തുമെന്നുള്ളതാണ് സിറ്റി പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഗതാഗത ക്രമീകരണങ്ങളൊക്കെ പലയിടങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ഇന്ന് 4:10-നും 4:20-ഉമായിട്ടാണ് തിരുവനന്തപുരത്ത് ശംഖുമുഖം എയർപോർട്ടിൻ്റെ ടെക്നിക്കൽ ഏരിയയ്ക്ക് എത്തുക. അവിടെ മുഖ്യമന്ത്രിയും ഗവർണറും അടക്കമുള്ളവർ രാഷ്ട്രപതിയെ സ്വീകരിക്കും. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ അവിടെ വെച്ച് നൽകും. അതേസമയം അവിടെ ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സമയത്ത് തന്നെ INS കൊൽക്കത്ത ശംഖുമുഖം തീരത്ത് ഈ രാഷ്ട്രപതിക്ക് ഗൺ സല്യൂട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് രാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ ലഭിക്കുമ്പോൾ മറുവശത്ത് INS കൊൽക്കത്ത കടലിൽ ശംഖുമുഖത്ത് രാഷ്ട്രപതിക്ക് ഗൺ സല്യൂട്ട് നൽകും. തുടർന്ന് വിവിധ വിമാനങ്ങളുടെ പ്രകടനങ്ങളുണ്ട്. അതിൽ ഈ നമ്മൾ നേരത്തെയൊക്കെ ഈ പലതരത്തിൽ കാഴ്ചകളിൽ കണ്ടിട്ടുള്ള, പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ പ്രകടനങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്, ഒന്ന് ഈ ചേതക്കിൻ്റെ ഒരു വിന്യാസമുണ്ട്, പ്രത്യേകിച്ച് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള, അത് വളരെ മനോഹരമാണ്. അത് കാണേണ്ടിയിരിക്കുന്നു. കാരണം 5 അതിലധികമോ വരുന്ന ചേതക് ഹെലികോപ്റ്ററുകൾ പറന്നു വരുന്നു. അവർ ഈ പറയുന്ന രീതിയിൽ അത് വളരെ പെട്ടെന്ന് ആകാശത്ത് വെച്ച് വെട്ടിത്തിരിയുകയും അതിനുള്ളിൽ നിന്ന് അതേ സമയം തന്നെ മറൈൻ കമാൻഡോസ് ഈ പറയുന്ന രീതിയിൽ റോപ്പ് ഉപയോഗിച്ച് താഴേക്ക് വരുന്നതും അവരുടെ ആ ഒരു പ്രകടനമൊക്കെ നമ്മൾ കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ കടലിൽ നിന്ന് എങ്ങനെയാണ് കമാൻഡോസ് മറ്റുള്ളവരെ രക്ഷിച്ചുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത്, ഒരേ റോപ്പിൽ ഒന്നിലധികം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ വരുന്ന കമാൻഡോസ് ഇങ്ങനെ വരിവരിയായി തൂങ്ങിക്കിടക്കുകയും ദേശീയ പതാകയും കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ അങ്ങനെ വളരെ മനോഹരമാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ അഭിമാനം അങ്ങേ തലക്കെത്തിയിട്ടുള്ള ലോകം ചുറ്റി സഞ്ചരിച്ച INS തരങ്കിണി, INS സുദർശിനി പോലെയുള്ള പായ്ക്കപ്പലുകളും നാളെ വീണ്ടും ഇന്ന് എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു പ്രജിത്ത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രജിത്ത് വലിയ രീതിയിൽ തന്നെ ആവേശഭരിതനാണ്. ഒരുപക്ഷെ ഈ വാർത്ത, ഇത് നിശ്ചയിച്ച തീരുമാനം, ഈ തീയതി നിശ്ചയിച്ച അന്ന് മുതൽ ഞങ്ങൾ പ്രജിത്താണ് ഇത് കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് ആവേശത്തോടുകൂടി റിപ്പോർട്ട് ചെയ്ത് എത്തിക്കുന്നത്. ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പ്രതിരോധ രംഗത്തെ റിപ്പോർട്ടിങ് അത് ഭയങ്കര ആവേശമാണ്. കാരണം ഒന്ന്, നമ്മുടെ ശക്തി എന്താണെന്ന് നമുക്ക് വർദ്ധിത ആവേശത്തോടു കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം TV പോലെയുള്ള ദേശീയത എന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ റിപ്പോർട്ടർമാരെ സംബന്ധിച്ചിടത്തോളം എന്നും ആവേശം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് ആത്മനിർഭർ ഭാരത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ സൈനിക മേഖലയിൽ വലിയ രീതിയിലുള്ള ഇന്ത്യൻ നിർമ്മിത, ഭാരത നിർമ്മിത സന്നാഹങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനം TV യുടെ മാധ്യമ പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ട്.